മനസ്സാ മോളെ ദേ ഇത് കുടിച്ചേ. മതി ഭാവന. അത് പറ്റില്ല. തലചുറ്റൽ മാറണമെങ്കിൽ നീ ഇത് കുടിക്കണം. മതി. മാനസികമായി യാത്രയും ടെൻഷനും എല്ലാം നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചെന്നറിയാം. ഞാനിത് പ്രതീക്ഷിച്ചതോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു അല്ലേ? ഞാനൊരു നഴ്സല്ല ആൻറ്റി. ഇതിൽ കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോയാൽ മതി. എന്തായാലും മനസ്സയുടെ തലചുറ്റൽ മാറുന്നത് വരെ ഞാനിവിടെ ഇരുന്നോളാം. ഇപ്പോ ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് ആന്റി. കണ്ടു ആൻറ്റി, മാറിക്കോളും. ഭാവന, എനിക്കൊരു കോഫി കുടിക്കണം. ആൻറ്റി, ഈ സാഹചര്യത്തിൽ എന്താവശ്യപ്പെട്ടാലും കൊടുക്കണമെന്നോ? എന്നാ പിന്നെ ഞാൻ കൊണ്ടുവരാം ഭാവന. വേണ്ട ആൻറ്റി, ഞാൻ പോയി കോഫി ഉണ്ടാക്കാം. വേണ്ട, നീ ഇവിടെ ഇരിക്കെ, ഞാൻ കൊണ്ടുവരാം. ഭാവന, നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിന്റെ വേദന എനിക്ക് ഊഹിക്കാൻ പറ്റും. പാവം, ഒരു തെറ്റും ചെയ്യാത്ത സൂര്യയെ ഇന്ന് എത്രമാത്രം വേദനിപ്പിച്ചു. അപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നല്ലോ മനസ്സാ. ഇന്നലെ നമ്മൾ കണക്കൂട്ടിയതൊന്നുമല്ല ഇന്ന് നടന്നത്. ഹോസ്പിറ്റലിൽ പോയി അവരിങ്ങനൊരു തെളിവ് ശേഖരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഭാവന. ഞാൻ പറഞ്ഞില്ലേ മനസ്സാ, ആ മധുറാം ഒരു പക്കാ ക്രിമിനലും കൂടിയാണ്. അയാൾ ജയിക്കാൻ വേണ്ടി എന്ത് കളി വേണമെങ്കിലും കളിക്കുന്നു. പാവം, വനിതാ കമ്മീഷന്റെ ചോദ്യത്തിന് മുന്നിൽ സൂര്യക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നില്ലേ? അപ്പോ സൂര്യ അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വന്നാ ആ മധുറാം അടുത്ത കുരുക്കം കൊണ്ടുവരും. ഒടുവിൽ കൃത്രിമമായ രീതിയിലാണ് നിനക്ക് ഗർഭധാരണം നടത്തിയിട്ടുള്ളത് എന്നെങ്ങാനും തെളിഞ്ഞ പിന്നെ പറയണ്ടല്ലോ. ഇവിടിപ്പോ സൂര്യയുടെ കുഞ്ഞിന്റെ പിതൃത്വമല്ലേ സൂര്യ ഏറ്റെടുത്തിട്ടുള്ളൂ. പിന്നെന്താ, ഹോസ്പിറ്റലിൽ അങ്ങനെ എഴുതി കൊടുക്കാമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ എന്താ പറഞ്ഞ? സൂര്യ പറഞ്ഞു അവസാന നിമിഷം വരെയും നീ സൂര്യയുടെ പേര് പറഞ്ഞില്ല എന്ന്. ഒടുവിൽ നിന്റെ അവസ്ഥ മോശമാവുമെന്ന് തോന്നിയപ്പോഴാ സൂര്യ സ്വയം ഏറ്റു പറഞ്ഞത്. സൂര്യയുടെ പേര് പറയാൻ എന്റെ നാവ് പൊങ്ങിയില്ല ഭാവന. എനിക്കതിന് കഴിയുമായിരുന്നില്ല. ഇനി എന്തായാലും ആ ഒരു പ്രശ്നം തീർന്നല്ലോ. ഇല്ല ഭാവന, അച്ഛനും അമ്മയും ഇപ്പൊ സന്തോഷിക്കാവൂ. അവര് ആഗ്രഹിച്ചിരുന്നതും ഇതാണല്ലോ. അതുകൊണ്ട് അവരിനി ഏത് നിമിഷവും പുതിയ കാരണവും കൊണ്ടുവരും. തൽക്കാലം അവരൊന്ന് അടങ്ങിയിരിക്കാനാ സാധ്യത. ഇപ്പോ നീ സേഫാണെന്ന് അവർക്ക് ബോധ്യായി. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം എന്താന്ന് നിനക്കറിയോ? എന്താ? എന്നെ ഇവിടുത്തെ പുറത്താക്കുക. എന്നാലല്ലേ അവരുടെ അജണ്ട പൂർത്തിയാവൂ. അവരുടെ ഒരു ഉദ്ദേശവും നടക്കില്ല ഭാവന. ആദ്യം എന്റെ ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയെന്ന് ശരിക്കും കാണാനുണ്ട്. സ്വന്തം മകൾക്ക് ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ഭാവനയുടെ ജീവിതം അവര് നശിപ്പിക്കാൻ നോക്കിയത്. അതിനൊക്കെ ഞാൻ മറുപടി പറയിപ്പിക്കും ഭാവന. അല്ലാതെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കാണുന്നതാ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനുള്ള അച്ഛന്റെ ഓട്ടം. അത് അവസാനം എന്നിൽ തന്നെ വന്ന് നിൽക്കുക. ഇത് ഞാൻ വെറുതെ വിടില്ല. പണം തന്നെ മനസ്സാ ജീവിതത്തിലെ വില്ലനും നായകനും. അമിതമായ ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ് പണം എന്ന വില്ലനെ സൃഷ്ടിക്കുന്നത്. അതൊന്നും മാറാനും പോകുന്നില്ല. എന്തായാലും ആരും ഇല്ലാത്തവളായി നീ ഒരിക്കലും ഒറ്റപ്പെടില്ല. അതെന്റെ വാക്കാ.